വേൾഡ് കപ്പ് നേടിക്കൊടുത്ത ഒരു ടീം, അതായത് ഇന്ത്യൻ ടീമിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഒരു വേൾഡ് കപ്പ് ഒക്കെ നേടിക്കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സെറ്റ് ടീമാണ്. ആ ടീമിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നത് ആ വേൾഡ് കപ്പ് നേടിക്കൊടുത്ത ക്യാപ്റ്റനാണ്. അതായത് ബാറ്റിംഗ് ഫോമിന്റെ പേരിലാണ് അദ്ദേഹം പുറത്തേക്ക് പോയത്. ഫോം ഔട്ട് ആവുന്നത് ശരിയാണ്, പുറത്തേക്ക് പോകണം, പക്ഷേ ക്യാപ്റ്റൻസിയും കൂടെ പോകുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പിന്നെ വേൾഡ് കപ്പിലെ സൂപ്പർ ഹീറോ ആയിരുന്ന സഞ്ജു സാംസണും പുറത്തേക്ക് 3 കളികളുടെ പേരിൽ പുറത്തേക്ക് വലിച്ചെറിയുകയായിരുന്നു ആ ഒരു താരത്തിനെ. അതായത് പ്രതിഭയുള്ള ഒരു കളിക്കാരനാണ് സഞ്ജു സാംസൺ. സഞ്ജുവിനെ 2015 മുതൽ തന്നെ തഴയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ധോണിയുടെയും കോഹ്ലിയുടെയും കാലഘട്ടത്തിലും രോഹിത് ശർമ്മയുടെ കാലഘട്ടത്തിൽ പോലും അദ്ദേഹം ഈ പറയുന്ന പോലെ തൻ്റെ ഊഴത്തിനായി കാത്തിരുന്നു. അതും വെള്ളക്കുപ്പിയുമായിട്ട് ഗ്രൗണ്ടിൽ വെള്ളം വേണ്ടവർക്ക് ആവശ്യത്തിന് വെള്ളം കൊടുക്കുകയും കരക്കിരുന്ന് കളി കാണുകയും ചെയ്യുന്ന, അതായത് മനസ്സുകൊണ്ട് സങ്കടപ്പെട്ട് നീറിപ്പൊട്ടിയിരുന്ന സഞ്ജു സാംസൺ. ഇതിൽ കൂടുതൽ എന്താണ് പറയേണ്ടത്? ആ മനുഷ്യനെ ഇതുപോലെ വേദനിപ്പിക്കുന്ന ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് ടീം, BCCI സെലക്ടേഴ്സ്, അജിത് അഗാക്കർ എന്ന് പറയുന്ന ഒരു പണ്ട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു താരം ഇപ്പൊ ഏറെ വെറുക്കപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ ടീമിലെ ഒരു മുഖ്യ സെലക്ടർ ഗൗതം ഗംഭീർ എന്ന് പറയുന്ന കോച്ച്, അദ്ദേഹം സഞ്ജുവിന്റെ കൂടെ നിൽക്കണോ അതോ വേണ്ടയോ, ആകെ മൊത്തം കൺഫ്യൂഷനിലാണ്. മാത്രമല്ല ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഇപ്പം അടിപടലം, അതായത് അടപടലം ടീം മൂഞ്ചിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ പറയാതിരിക്കാൻ പറ്റില്ല, കാരണം അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് ഇന്ത്യൻ ടീമിനെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ 2020-ൽ 76 റൺസിനാണ് ഇന്ത്യയുടെ പേര് കേട്ട ബാറ്റ്സ്മാൻമാർ പുറത്തായത്. അതായത് 125 റൺസിന്റെ തോൽവിയാണ് ഇംഗ്ലണ്ടിനെതിരെ വഴങ്ങിയത്. ഇംഗ്ലണ്ടിന് തന്നെ പ്രധാനപ്പെട്ട ബോളറായ ജോഫ്ര ആർച്ചർ അതിനുശേഷം നൽകിയ ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇന്ത്യയിൽ IPL കളിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ബാറ്റ്സ്മാൻമാർക്ക് അനുകൂലമായിട്ടുള്ള ഫ്ലാറ്റ് വിക്കറ്റ് പിച്ചുകളല്ല ഇവിടെ ഉള്ളത്. അവിടെ അതുമാത്രമല്ല, ഒരു പോയിന്റ് ചൂണ്ടിക്കാട്ടിക്കത് IPL കളിക്കുമ്പോൾ 6 അടിക്കാനൊന്ന് തൊട്ടാലൊക്കെ അങ്ങ് പോകും, കാരണം ഗ്രൗണ്ടിനൊക്കെ നീളക്കുറവൊക്കെയാണ്. ഇവിടെ ഇംഗ്ലണ്ടിൽ വന്ന് കളിക്കണം, കളി എന്താണെന്ന് അറിയണമെങ്കിൽ പുച്ഛിച്ച് പണ്ടാരം അടക്കി കളഞ്ഞില്ലേ. ശരിയാ, മറ്റേ പഴയ സോമന്റെ ഡയലോഗ് നേരാ തിരുമേനി, ജോഫ്ര ആർച്ചർ പറഞ്ഞത് ശരിയാ. കാരണം എന്താണ്, ഇവിടെ നല്ല നീളമുള്ള ഗ്രൗണ്ട് പ്ലസ് ഇംഗ്ലണ്ടിലെ വിക്കറ്റ്, നല്ല ഒന്നാന്തരം ടെസ്റ്റ് മത്സരങ്ങളൊക്കെ കണ്ടിരിക്കുന്ന ഇംഗ്ലണ്ടിലെ ആഷസ് പോലെയുള്ള തീപ്പൊരി പാറുന്ന ടെസ്റ്റ് മത്സരങ്ങൾ നടന്നിട്ടുള്ള ഇംഗ്ലണ്ടിലെ വിക്കറ്റുകൾ. ഇത് ടെസ്റ്റ് മത്സരമല്ല, ഇത് ഏകദിനത്തിനും 2020-ക്കും വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന പിച്ചാണ്. എങ്കിലും ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ ആ പിച്ചിൽ കിടന്ന്, അതായത് കണ്ടം, ഈ പറയുന്ന പോലെ കണ്ടത്തിൽ ഈ നമ്മൾ പറയത്തില്ലേ കിളയ്ക്കാൻ പോകുന്ന പോലെ, അതായത് കണ്ടം പൂട്ടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ബാറ്റ്സ്മാൻമാർക്കൊന്നും നിലയുറപ്പിക്കാൻ പറ്റുന്നില്ല. സഞ്ജു സാംസണെ മാറ്റിക്കഴിഞ്ഞാൽ വൈഭവ് സൂര്യവംശിയെ കൊണ്ടുവരണം. അതായത് ഒരു സമയത്ത് സഞ്ജു സാംസണ് വേണ്ടിയിട്ട് ഒരുപാട് മുറവിളി കൂട്ടിയിരുന്ന ആളുകൾ പോലും ആ വണ്ടർ കിഡായ വൈഭവ് സൂര്യവംശി എന്ന് പറയുന്ന പ്ലെയറിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടി. വൈഭവ് സൂര്യവംശി വന്നിട്ടും എന്താണ് സംഭവിച്ചത്? 13, 14, 15. ഇതിൽ കൂടുതൽ എന്താ ചെയ്യുന്നത് അല്ലേ? അപ്പം ഈ ഒരു കാര്യമുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതാണ് ഏകദേശം ഇന്ത്യൻ ടീമിന്റെ ഒരു പ്രത്യേകത. കാരണം ഒരു കിടിലം കളി കളിച്ചു കഴിഞ്ഞാൽ അന്നേരം ആ പ്ലെയറിനെ എടുത്ത് പോക്കി മേളി കയറ്റു. ഉയ്യോ. അതിൻ്റെ അകത്ത് മറ്റൊരു കാര്യം കൂടെ, കുറച്ച് കമന്റേറ്റേഴ്സും ഉണ്ട്. സഞ്ജയ് മഞ്ജരേക്കർ, ആകാശ് ചോപ്ര, സുനിൽ ഗവാസ്കർ, ഇവരെല്ലാം കൂടെ അതായത് കളിക്കുവാണെങ്കിൽ വാനോളം പുകഴ്ത്തും, നല്ല ബാറ്റിംഗ് ഒക്കെ. അല്ലെങ്കിൽ ഉണ്ടല്ലോ വലിച്ചു കയറി ഒട്ടിക്കും, നീ ഏതാടാ വേട്ടവളിയ എന്ന രീതിയിൽ ചോദിക്കും. മൈക്കെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർക്കൊക്കെ ഡബിൾ ഡാഡി സിൻഡ്രമാണ്, പറയാതിരിക്കാൻ മേല. അങ്ങനത്തെ ഒരവസ്ഥയാണ്. ഈ പറയുന്ന ടീമിനെ ഇപ്പം ഏകദേശം ഒരു സെറ്റായിരുന്ന ടീമിനെ പൊളിച്ച് അടുക്കി കോണം വരുത്തിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇന്ത്യൻ ടീം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത സിംബാബ്വേക്കെതിരെയുള്ള T20 മത്സരത്തിൽ ജയിക്കുമെന്ന് ആര് പറഞ്ഞു? അയർലൻഡിനോട് തോറ്റു. ഇനിയിപ്പം ഇവിടെ ഇംഗ്ലണ്ടിനോട് തോക്കുന്നു. ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസി. ഇനി ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസിയെ കുറിച്ച് പറയാനാണെങ്കിൽ എവിടുന്നാണ് ഈ ശ്രേയസ് അയ്യർ കയറി വന്നത് ഞാൻ ചോദിക്കുക. കാരണം ഈ ശ്രേയസ് അയ്യർ എന്ന് പറയുന്ന പ്ലെയർ കുറെ നാളുകളായിട്ട് ഇന്ത്യൻ ടീമിൽ പോലും ഇല്ലായിരുന്നു. അതായത് IPL വരുമ്പോൾ മാത്രം കളിക്കും. പഞ്ചാബ് കിങ്സിനെ വിജയത്തിലേക്ക് എത്തിച്ചിരുന്ന, ആദ്യത്തെ 5-6 കളികൾ ജയിച്ചതിന്റെ ഒരു ഇതില് സർപഞ്ചാണ് മറ്റേതാണ് മറിച്ചാന്ന് പറഞ്ഞ് ഞെളിഞ്ഞു കുത്തി നടന്നിരുന്ന ഈ പറയുന്ന ശ്രേയസ് അയ്യർ പിന്നെ ആ 6 കളികൾ കഴിഞ്ഞാൽ അടപടല മൂക്കും കുത്തി താഴെ കിടക്കുമായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയാണ്. അവിടെയാണോ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിനെ പുകഴ്ത്തുന്നത്? ആദ്യത്തെ ഒരു 5-6 കളി കഴിഞ്ഞപ്പോഴത്തേക്കും പഞ്ചാബിന്റെ ടാക്ടിക്സ് മനസ്സിലാക്കിയ മറ്റു ടീമുകൾ പഞ്ചാബിനെ തോപ്പിക്കാൻ തുടങ്ങി.
അങ്ങനെ വന്നപ്പം അവിടെ ക്യാപ്റ്റൻസി തോറ്റുപോയി. അങ്ങനെ ക്യാപ്റ്റൻസി തോറ്റുപോയ ഒരു മനുഷ്യനെ പിടിച്ച് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനാക്കി. അവിടെയും സഞ്ജു സാംസൺ എന്ന് പറയുന്ന പേര് ഒരുപാട് ഉയരങ്ങളിൽ നിൽപ്പുണ്ടായിരുന്നു. സഞ്ജു ആണ് അടുത്ത ക്യാപ്റ്റൻ 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 എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്ന് എവിടുന്നോ പൊട്ടിമുളച്ചുകൊണ്ട് ശ്രേയസ് അയ്യരുടെ ഒരു വരവ്. അങ്ങനെ ശ്രേയസ് അയ്യരെ പിടിച്ച് ക്യാപ്റ്റനാക്കി. പിന്നെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനം അത് കൊടുക്കാതിരിക്കാൻ വേണ്ടി നേരെ തിലക് വർമ്മ. കൊള്ളാം, നല്ല കളിയല്ലേ. ഒരിക്കലും ടീമിന് വെളിയിൽ പോകുകയില്ലാത്ത ഒരു വേട്ടോളി, അതായത് വേട്ടോളി തന്നെ പറയണം. കാരണം പുള്ളിക്കാരനൊന്നും ഫോമായി കാണുന്നേ ഇല്ല. അതായത് എല്ലാവരും സഞ്ജുവിനെ പഴിയായിരുന്ന സമയത്ത് ഈ എന്നാ പറയുന്ന ആരുടെയും വക തല്ലുകൊള്ളാതെ നൈസായിട്ട് മാറി ഒഴിഞ്ഞു നിൽക്കുന്ന താരങ്ങളാണ് തിലക് വർമ്മ, ഈശാൻ കിഷൻ സമ്മതിച്ചു. ലോകകപ്പിലും അതുപോലെ തന്നെ ലോകകപ്പിലും മുന്നേയുള്ള ആ ഒരു സമയത്തും ഒക്കെ നല്ല ഫോമിലായിരുന്നു. ഇപ്പം ഫോം ഔട്ടാണ്. ഇംഗ്ലണ്ടിൽ വന്നപ്പം മുക്ര ഇടാൻ തുടങ്ങി. അതൊക്കെയാണ് ഒരു കാര്യം. ഇങ്ങനെയുള്ള ഒരു പ്ലേയേഴ്സ്, അതായത് ഈ പ്ലേയേഴ്സിനെ അസസ് ചെയ്യുന്നതിൽ ഇന്ത്യൻ ചീഫ് സെലക്ടറിനും ഇന്ത്യൻ ടീം കോച്ചിനും ഇപ്പോൾ എവിടെയൊക്കെയോ പിഴവ് പറ്റുന്നു. കാരണം ബാറ്റ്സ്മാൻമാരുടെ പൊസിഷൻ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു പ്ലെയർക്ക് തൻ്റെ അതായത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പൊസിഷൻ ഉണ്ടാവും, ബാറ്റ് ചെയ്യുന്ന പൊസിഷൻ. അത് മാറുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ മാനസിക സമ്മർദ്ദം ഒന്നും നമ്മൾ പറയത്തില്ല. ഒരു പ്ലെയറാണ് എവിടെ ഇറക്കിയാലും കളിക്കണം, എങ്കിലും ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടാകുന്നില്ലേ? ഇല്ലേ? അത് പേരുകേട്ട ആളുകൾ പോലും പറയുന്നുണ്ട്. പണ്ട് സഞ്ജുവിനെ ഈ പറയുന്ന പോലെ 3-ാം സ്ഥാനത്ത് കളിപ്പിച്ചു, പിന്നെ ഓപ്പണറായി കളിപ്പിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി കളിപ്പിച്ചപ്പോൾ ഫോം ഒന്ന് മാറി മറിഞ്ഞു വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു സ്ഥിരമായിട്ടൊരു സ്ഥാനം കൊടുത്താലേ കളിക്കുള്ളൂ എന്ന്. അങ്ങനെ ഓപ്പണിംഗ് പൊസിഷനിൽ കൊണ്ടുവന്നപ്പോഴാണ് ചെറുക്കൻ കളിച്ചത്. ഇവിടെ ഒരു 3 കളി ഒന്ന് ഫോം ഔട്ട് ആയി കഴിഞ്ഞപ്പം എടുത്ത് വെളിയിലേക്ക് ഇട്ടു. നമ്മളൊരു പ്ലെയറിനെ ബാക്ക് ചെയ്യുകയാണെന്ന് ചെയ്യണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ബാക്ക് ചെയ്യാന്നേ ഉള്ളൂ. കാരണം ഒന്ന് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അവന് വീണ്ടും അവസരം കൊടുത്ത് അവൻ രക്ഷപ്പെടും. സഞ്ജു സാംസൺ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് ഗൗതം ഗംഭീർ പറഞ്ഞിട്ടുണ്ട്, 8 തവണ നീ മുട്ടയ്ക്ക് പോയാലും 0-ന് പോയാലും നിനക്ക് സ്ഥാനമുണ്ടാകുമെന്ന് പറഞ്ഞ അതേ ഗൗതം ഗംഭീറാണ് ഇപ്പം ഈ നിലയില്ലാ കാര്യത്തിൽ കിടന്ന് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആരുടെയൊക്കെയോ സമ്മർദ്ദത്തിന് വഴങ്ങി ഇന്ത്യൻ ടീമിന്റെ കോച്ച് ആരെ കണ്ടാലും ഇങ്ങനെ ഒരൊറ്റ നോട്ടത്തിൽ പിടിച്ചു നിർത്താൻ അത്രയും ശേഷിയുള്ള, അതായത് അത്രയും ആ ഒരു കൂർമ്മ ബുദ്ധിയുള്ള, അത്രയും എന്താ പറയുക, അത്രയും ശക്തിയുള്ള ആ ഒരു കോച്ച് എന്ന നിലയിൽ അറിയപ്പെട്ടിരുന്ന ഗൗതം ഗംഭീറിന് പോലും എവിടെയോ ചില തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല. എന്താ ഇപ്പൊ ഞാൻ പറയാം, ഈ ചീഫ് സെലക്ടറായ അജിത് അഗാക്കറും അതുപോലെ തന്നെ ഗൗതം ഗംഭീർ കോച്ചായിട്ട് ഇരിക്കാനുള്ള ഒരു കാരണം സഞ്ജു അല്ലേ. അന്ന് ലോകകപ്പിൽ തോറ്റുപോയായിരുന്നെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെ സ്ഥാനം എവിടെയായിരുന്നു? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. എനിക്കിത് ഈ കളി കാണുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. കാരണം പുറത്ത് നമ്മുടെ പയ്യൻ സഞ്ജു സാംസൺ വെളിയിരിക്കുകയാണ്, ഇവിടെ മലയാളികൾ പോലും അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് വല്ലപ്പോഴും പൊട്ടിമുളയ്ക്കുന്ന പോലെ ഒരു താരം ഉണ്ടാകുകയും ആ താരത്തിനെ സപ്പോർട്ട് ചെയ്യാനുള്ളതിന് പകരം ഇതുപോലെ വലിച്ചു കീറുന്ന കാണുമ്പോൾ ഭയങ്കര സങ്കടം. ശരിയാണ്, വിമർശനങ്ങൾ വരുമ്പം അതിനെതിരെ നല്ലപോലെ പോരാടി ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് സഞ്ജു സാംസൺ. ആ സഞ്ജു സാംസണെ ഇപ്പോഴും ആളുകൾ കുറ്റപ്പെടുത്തുന്ന കാണുമ്പോൾ സങ്കടമുണ്ട്. മലയാളിയുടെ അതാണ് ഈ മലയാളിയുടെ ഒരു പ്രത്യേകത. എന്താണെങ്കിലും ഇനിയിപ്പം വരുന്ന മാച്ചുകളിൽ, അതായത് സിംബാബ്വെ പര്യടനത്തിൽ നിന്ന് ഒഴിവാക്കി ഇനി ഏഷ്യൻ ഗെയിംസിലും കാണാൻ സാധ്യത വളരെ വളരെ കുറവാണ്. എവിടെയൊക്കെ തഴയാവോ അവിടെയൊക്കെ തഴയും. അങ്ങനെ ആർക്കും തല്ലാൻ പറ്റുന്ന ഒരു ചെണ്ടയായിട്ട് സഞ്ജു സാംസൺ മാറിയിരിക്കുകയാണ്. എങ്കിലും വേദന കൊണ്ട് പൊളഞ്ഞിരിക്കുന്ന ആ മനസ്സ് ചില സമയങ്ങളിൽ നെഞ്ചും വിരിച്ച് ഇങ്ങനെ ജയിച്ച ഭാവത്തിൽ നിൽക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അങ്ങനെ നമ്മൾ ജയിച്ച ഭാവത്തിൽ ജയിപ്പിച്ച് നമ്മളെ കാണിച്ചിട്ടുണ്ട്. ഇനിയും പുറത്ത് കൊട്ടുകൊണ്ട് വേദനിച്ചാലും വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരുന്നവനാണ് സഞ്ജു സാംസൺ. ഉറപ്പാണ്, നല്ല പ്രതിഭയുള്ള താരമാണ്. ചവിട്ടിയാലൊന്നും അങ്ങനെ വീഴത്തില്ലെന്നേ. കാരണം അല്ലെങ്കിൽ 7 പണ്ടേക്ക് ഇതുപോലെ ചവിട്ടുകൾ കിട്ടിയിട്ടും പുള്ളി പതറാതെ നിൽപ്പുണ്ട്. അല്ലെങ്കിൽ പറയായിരുന്നു ഇന്ത്യൻ ടീമിൽ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് പറയായിരുന്നു. ഒരിക്കലും ആരുടെ അടുത്ത് ഒന്നും വേണ്ടിയിട്ടില്ല. എല്ലാം കണ്ടും കേട്ട് സഹിച്ചു നിൽക്കുന്നു. ഏതൊക്കെ ആയാലും ഈ പര്യടനങ്ങൾ മുഴുവൻ തുന്നം പാടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ അജിത് അഗാക്കർ എന്ന് പറയുന്ന വ്യക്തി 5 or 6 ഡക്കിട്ട് റെക്കോർഡ് അടിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. മുട്ടയിട്ട് അവസാനം എപ്പോഴോ ഒരു റൺ എടുത്തു കഴിഞ്ഞപ്പം ആ ഒരു ഇതിൽ കാണികൾ കളിയാക്കിയിട്ടാണെങ്കിലും കൈയടിച്ചിട്ടുള്ളതാണ് അഗാക്കറിനെ. അതായത് മുട്ടയിട്ട് നാണം കെടുത്തിട്ടുള്ള അഗാക്കറാണ്. ആ അഗാക്കറാണ് ഇന്ന് സഞ്ജുവിനെ എതിരെ പറയുന്നത് സ്ഥിരതയില്ലെന്ന്. ഇവൻ്റെയൊക്കെ ആ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കോമ്പീറ്റ് ചെയ്യാനായിട്ട് നല്ല താരങ്ങളുണ്ടായിരുന്നെങ്കിൽ 7 പണ്ടേക്ക് പുറത്തേക്ക് പോയേനെ ഈ അഗാക്കറൊക്കെ. എന്താണെങ്കിലും ഇപ്പോഴത്തെ ടീമിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഭയങ്കര പരിതാപകരമായ ഒരു വിഷമം തോന്നി പോവുകയാണ്.
ഇംഗ്ലണ്ടിൽ പോയിട്ട് മുട്ടയിട്ടുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നടക്കുന്ന ഈ 2020-ലെങ്കിലും ഒന്ന് ജയിച്ചാൽ മതിയായിരുന്നു. 158 റൺസ് അടിച്ചിട്ടുണ്ട് ഇന്ത്യ. അവിടെയും വണ്ടർ കിഡ് പരാജയപ്പെട്ടു, ഇഷാൻ കിഷൻ പരാജയപ്പെട്ടു, തിലക് വർമ്മ പരാജയപ്പെട്ടു. പക്ഷെ ആർക്കും പരാതിയില്ല അല്ലേ? കുറ്റപ്പെടുത്തുന്നവരൊക്കെ ഒന്ന് കാണ്.